നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. ദേവികയോ ഗോപികയോ ഈ കുടുംബത്തോട് ഉത്തരവാദിത്തം കാണിക്കുന്നില്ല. പിന്നെന്തിനാ നമ്മൾ അവരോട് കാണിക്കുന്നത്? ഞാനൊന്ന് നോക്കട്ടെ. ഇങ്ങനെ നോയിക്കൊണ്ടിരുന്നാലേ ചെറുക്കൻ തട്ടിപ്പോവും. ഹരിദാസേ, മര്യാദയ്ക്ക് സംസാരിക്കണം. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. അത് ശരി, എന്നെ മര്യാദ പഠിപ്പിക്കുകയൊന്നും വേണ്ട. ഇതിനെന്തെങ്കിലും പ്രതികരണം ഉണ്ടെങ്കിൽ ആ ഗതി ചെയ്യാൻ നോക്ക്. അവർ ശ്വാസം എടുക്കാൻ വെപ്രാളപ്പെടുന്നത് കണ്ടിട്ട് നിങ്ങളുടെ മിണ്ടാ നിൽക്കുകയാണോ? ഹരിദാസേ, ഇതൊരു ആതുര ശുശ്രൂഷാലയമാണ്. ഇവിടെ അച്ചടക്കം പാലിക്കണം. ആതുര ശുശ്രൂഷാലയം ഇവിടെ നടക്കുന്ന ചികിത്സയൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഓ, എന്തോ ഭാഗ്യത്തിന് ഗോപിക ഒരുവിധം രക്ഷപ്പെട്ടു. ഋഷിയുടെ അവസ്ഥ കണ്ടില്ലേ? ആദ്യം ഒന്ന് ഫിറ്റ്സ് വന്നു, ഇപ്പൊ ശ്വാസതടസ്സം. ഓ, ഫിറ്റ്സ് വന്നപ്പോ കുഴപ്പമില്ല, ഇപ്പൊ ശ്വാസതടസ്സം വന്നപ്പോ സ്വാമി പേടിയായോ? ഈ പട്ടിക്കാട്ടിൽ വന്ന് ചികിത്സിക്കേണ്ട ഒരാവശ്യവും ഇല്ലായിരുന്നു. എല്ലാത്തിനും കാരണക്കാരി ആ ദേവികയാ. അവളൊപ്പിച്ച പണിയായത്. ഓ അല്ല, വല്ലതും നടക്കോ? അതെ, എന്നെ കൊണ്ട് ചെയ്യാനാവുന്നത് ഞാൻ ചെയ്യുന്നുണ്ട്. ഈ ചികിത്സ ഫലിക്കുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. പക്ഷേ ക്ഷമ വേണം. പെട്ടെന്ന് വേണമെന്ന് വെറുതെ വാശി പിടിച്ചിട്ട് കാര്യമില്ല. ഋഷിക്കൊന്നും സംഭവിക്കില്ല, അത് ഞാൻ നോക്കിക്കൊള്ളാം. പക്ഷേ ഇയാളിപ്പോ ഇവിടെ നിൽക്കാൻ പാടില്ല. പോ, പുറത്തിറങ്ങാൻ. അത് ശരി, എന്നെ ആട്ടിറക്കി വിടുകയാണോ? ഈ ഹരിദാസ് ആരാണെന്നേ ഞാൻ കാണിച്ചു തരാം. അയാളുടെ ഒരു ചികിത്സ. ഒന്നുമില്ല സ്വാമി അച്ഛാ. എങ്ങനെയെങ്കിലും രണ്ടിനെയും ഇവിടുന്ന് നാട്ടിലെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ ഞാൻ അവിടെ എത്തുമ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കും. ഈ കിളവനെ പരമാവധി ചൊറിയണം. ഒടുവിൽ നിവർത്തിയില്ലാതെ അയാളായിട്ട് തന്നെ ഋഷിയെയും ഗോപികയെയും ഇവിടുന്ന് പാക്ക് ചെയ്തോളും. മോളിനി പേടിക്കണ്ട, ഇനി ഒന്നും സംഭവിക്കില്ല. ഈ സ്വാമി അച്ഛനാ പറയുന്നേ. കുറച്ചു മുൻപ് കൊടുത്ത മരുന്നിന്റെ റിയാക്ഷൻ ആയിരുന്നു, അത് മാറിയിട്ടുണ്ട്. സ്വാമിയച്ഛന്റെ ആശ്രമം ഞാൻ കാണിച്ചു കൊടുക്കാം അയാളെ. ഹരി പറ. അതെ ചേട്ടാ, ഈ ഹോസ്പിറ്റലിലെ ചികിത്സ ശരിയാവില്ല കേട്ടോ. എന്താടാ, എന്തു പറ്റി? ഇവിടുത്തെ സ്വാമിയച്ഛനുണ്ടല്ലോ, ആ നരച്ച താടി വെച്ച കളവൻ, അവനെ ഞാൻ എടുത്ത് ചെവരി ചേർക്കും. ഈ കാര്യം എന്താന്ന് പറടാ. എന്താ പ്രശ്നം? അയാള് പല സമയത്തും പലതാ പറയുന്നത്. നമുക്ക് ഋഷിയെയും അവളെയും ഇവിടെ നിന്ന് മാറ്റിയാലോ? എന്തിനു മാറ്റണം? കാരണം എന്താന്ന് വ്യക്തമായി പറയേ. എന്റെ ചേട്ടാ, ഇവിടെ ആകെ പ്രശ്നമാ. ഇനി ഇവിടെ കിടത്തിയ ഋഷി ചിലപ്പോ ജീവനോടെ കിട്ടിയെന്ന് വരില്ല കേട്ടോ. ഇപ്പൊ എന്താ അവിടെ ഉണ്ടായത്? ചേട്ടാ, അതെ, കുറച്ചുമ്പ് ഋഷിക്ക് ഫിറ്റ്സ് വന്ന കാര്യം ഞാൻ ചേട്ടനോട് വിളിച്ച് പറഞ്ഞിരുന്നല്ലോ. എടാ, അത് മരുന്ന് കൊടുത്ത് ഭേദമാക്കിയതല്ലേ, വീണ്ടും വന്നോ? ഫിറ്റ്സ് അല്ല, ശ്വാസം മുട്ടലാ വന്നത്. ശ്വാസം എടുക്കാൻ പറ്റാതെ അവൻ ഇവിടെ കിടന്ന് ജീവൻ മരണ പോരാട്ടം നടത്തുകയായിരുന്നു. അയ്യോ, എന്നിട്ട്? ചേട്ടാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഋഷിയുടെ വെപ്രാളം കണ്ടിട്ട് ഞാനും ഗോപിയേയും കൂടി ബഹളം വെച്ചു. അത് കേട്ട് സ്വാമിയച്ഛൻ വന്നു. അതെ, അയാൾ ഞങ്ങളോട് ചോദിക്കുക, ഞങ്ങൾ ആരെങ്കിലും മരുന്നുമാരെ കൊടുത്താണോന്ന്.
എന്റെ പൊന്നു ചേട്ടാ അയാളാ മരുന്ന് കൊടുത്തിട്ട് പോയത്. അത് കഴിഞ്ഞ് കുറച്ച് സമയം ആയപ്പോഴാ ഋഷിക്ക് ശ്വാസതടസ്സം ഉണ്ടായത്. ഈ ശ്വാസതടസ്സം ഋഷിക്ക് എങ്ങനെ ഉണ്ടായെന്ന് ഞാൻ ചോദിച്ചപ്പോ അയാൾ അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുക. അയാൾക്കത് അറിയില്ല. ശ്വാസതടസ്സം ഉണ്ടായാൽ സൂക്ഷിക്കണമെന്ന് മാത്രം അയാൾ എന്നോട് പറഞ്ഞു. ഇവനൊക്കെ എന്താ ചെയ്യേണ്ടത് ചേട്ടാ? ദേ, ഒരു കാര്യം മാത്രം ഞാൻ തറപ്പിച്ച് പറയാം. ഋഷി ഇവിടുന്ന് വേറെ ആശുപത്രിയിലേക്ക് മാറ്റണം. മാറ്റിയേ തീരൂ. ഹരിദാസേ, ചേട്ടാ ചേട്ടാ ഞാൻ പറയുന്നത് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? അല്ല അവനിപ്പോ എങ്ങനെയുണ്ട്? ആ, ഇപ്പൊ കുറച്ച് ആശ്വാസം വന്നിട്ടുണ്ട്. എന്നാലും നമ്മൾ എന്തിനാ ഇത്രയും റിസ്ക് എടുക്കുന്നേ? അതുകൊണ്ട് അവരെത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാൻ നോക്ക്. ശരി ശരി, ഞാനൊന്ന് ആലോചിക്കട്ടെ. ആ, എന്നിട്ട് ഞാൻ സ്വാമിയച്ഛനെ വിളിച്ചിരുന്നു. ഹരിദാസ് വെപ്രാളപ്പെടുന്നത് പോലെയല്ല കാര്യങ്ങളെന്ന് സ്വാമിയച്ഛൻ പറഞ്ഞു. മരുന്നിന്റെ റിയാക്ഷൻ കൊണ്ടുണ്ടായ ശ്വാസതടസ്സമാണെന്നും അത് മാറിയിട്ടുണ്ടെന്നും പേടിക്കാനൊന്നുമില്ലെന്നും സ്വാമിയച്ഛൻ പറഞ്ഞു. എനിക്ക് ആകെ ടെൻഷനാകുക. ടെൻഷന്റെ യാതൊരു ആവശ്യമില്ലെന്ന് സ്വാമിയച്ഛൻ ആവർത്തിച്ച് പറഞ്ഞിരിക്കുക. എന്നാലും ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾക്ക് എങ്ങനെ മനസ്സമാധാനം ഉണ്ടാവാനാ? നിനക്ക് മനസ്സമാധാനം ഉണ്ടോ? എനിക്കും ടെൻഷൻ മാറിയിട്ടൊന്നുമില്ല. ഇതെല്ലാം ഗോപികയുടെ ജാതകദോഷത്തിന്റെ ഫലമാ. സുഖപ്പെട്ടു വന്നിട്ട് വീണ്ടും ഇങ്ങനെയൊക്കെ ആയെങ്കിൽ അത് നമ്മളെ തീരുമാനം വച്ചു വൈകിക്കുന്നതുകൊണ്ടാ. ദേവികയുടെ വീട്ടുകാര് വിവാഹത്തിന് തയ്യാറാകുന്നില്ലെങ്കിൽ ഋഷിയും ഗോപികയും തമ്മിലുള്ള ഡിവോഴ്സ് നടക്കണം. ഗോപിക കൂടെയുണ്ടെങ്കിൽ ഋഷിക്ക് ഇനിയും ഇതുപോലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ശരിയാണ്, ആ പേടി എനിക്കുണ്ട്. ഹാ, ഇത്രയും ദിവസം സമയം കൊടുത്തിട്ടും അവരൊരു മറുപടി പറയാത്ത സ്ഥിതിക്ക് ഇനി നമ്മള് അവരുടെ മറുപടി പ്രതീക്ഷിക്കണ്ട. ഡിവോഴ്സ് നടത്തണം. നമുക്ക് ആ തീരുമാനമായിട്ട് മുന്നോട്ട് പോവാം. അതെ, അമ്മ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അവരുടെ ഡിവോഴ്സ് നടത്താം. ഈ സാഹചര്യം അവരുണ്ടാക്കിയതല്ലേ? ഡിവോഴ്സ് നടക്കട്ടെ. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. ദേവികയോ ഗോപികയോ ഈ കുടുംബത്തോട് ഉത്തരവാദിത്തം കാണിക്കുന്നില്ല. പിന്നെന്തിനാ നമ്മൾ അവരോട് കാണിക്കുന്നത്? എന്റെ കുടുംബത്തിന്റെ നന്മ എനിക്ക് നോക്കിയേ പറ്റൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.